ഹലോ ഗൈസ്, അങ്ങനെ എൻ്റെ നാട്ടിൽ കരിക്കകത്ത് ഉത്സവം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മാർച്ച് 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് ഉത്സവം നടക്കുന്നത്. ഇപ്പോൾ രണ്ട് ദിവസത്തെ ഉത്സവം കഴിഞ്ഞു. അപ്പോൾ മാർച്ച് 29-ാം തീയതി വരെയാണ് അന്നദാന സദ്യയുള്ളത്. ഒരുപാട് പേര് എൻ്റെ അന്നദാന സദ്യയുടെ വ്ളോഗ് കണ്ടപ്പോൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴാണ് അന്നദാന സദ്യ കൊടുത്തു തുടങ്ങുന്നത് എന്നുള്ളത്. അപ്പം രാവിലെ 11 മണി മുതൽ അന്നദാന സദ്യ കൊടുത്തു തുടങ്ങും. മാത്രമല്ല, ക്യൂവിൽ നിൽക്കുന്ന അവസാനത്തെ ഭക്തനും അന്നദാനം നൽകിയതിനു ശേഷം മാത്രമേ അന്നദാന സദ്യ അവസാനിപ്പിക്കൂ. അങ്ങനെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണി വരെയൊക്കെ അന്നദാന സദ്യ നീണ്ടുപോകും. മാർച്ച് 29-ാം തീയതി വരെ അന്നദാന സദ്യ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മാർച്ച് 30-ാം തീയതിയാണ് പ്രസിദ്ധമായിട്ടുള്ള കരിക്കകം പൊങ്കാല നടക്കുന്നതും. 28, 29 തീയതികളിൽ അമ്മ തങ്കരഥത്തിൽ പുറത്തെഴുന്നള്ളുന്ന ദിവസങ്ങളുമാണ്. അപ്പോൾ ഒന്നാം ഉത്സവ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നിറച്ചും ലൈറ്റും ആ ഒരു ഫെസ്റ്റിവലിന് ആ ഒരു വൈബൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെ 3 സ്റ്റേജുകളിലാണ് പരിപാടി നടക്കുന്നത്. 3-ാമത്തെ സ്റ്റേജിലാണ് പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ 3-ാമത്തെ സ്റ്റേജിൽ വെച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ പ്രസിദ്ധ സാഹിത്യകാരനും കവിയുമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സാറിന് കരിക്കകത്തമ്മ പുരസ്കാരം നൽകി ആദരിച്ചു. അതേ വേദിയിൽ തന്നെ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നടി ഭാവന കലാപരിപാടികളുടെ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മേയർ വി രാജേഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കരിക്കകത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബായ്.